സ്വർണം കട്ടവൻ ഏതോ ഒരു രാജ്യത്ത് പോയി സുഖമായി കഴിഞ്ഞു കോടീശ്വരനായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല റോൾസ് റോയ്സ് കാറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയാൻ ഒക്കില്ല. സ്നേഹം നിറഞ്ഞ മലയാളികളെ നമസ്കാരം. അതായത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തകരാത്ത പാർട്ടിയാണ്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റാണ് ഉത്തമം, ഒരുപാട് കാര്യം പറഞ്ഞിരുന്നു. ഇതിന് ഒരു തിരുത്തല്ല. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്, കമ്മ്യൂണിസ്റ്റിന് ഒരു സ്കോപ്പുണ്ടോ, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഒരു കാര്യം പറയാം, നമ്മളെ ഭരണം എന്നും പട്ടിണി പാവങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഉത്തമം എന്നാ ഇന്നലെയും പറയുന്നത് ഇന്നും പറയുന്നത്. പിന്നെയും പറയുമ്പോഴത്തേക്ക് ഈ സ്വർണം കട്ട കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വേറൊരു കേസായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് തകരുമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് തകർന്നു. ഏകദേശം പഞ്ചായത്തിലൊക്കെ ഒരുപാട് ഈ തെക്കൻ കേരളത്തൊക്കെ പഞ്ചായത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വാർഡ് മെമ്പറൊക്കെ ഒരുപാട് BJP ആണ് വിജയിച്ചത്. ഇനിയും പറയുമ്പോഴത്തേക്ക് ഒരു 5-6 BJPന്റെ സീറ്റ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന MLA തെരഞ്ഞെടുപ്പ്, അതായത് തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അമ്പലത്തിന് കേസും കൂടി ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ദൈവം ഒന്നും ഇല്ലാത്ത ഒരാൾക്കാരല്ല, അവർക്ക് എന്തായാലും ഒരു പേടിയില്ല. ഇപ്പം സ്വർണം കട്ടവൻ ഏതോ ഒരു രാജ്യത്ത് പോയി സുഖമായി കഴിഞ്ഞു കോടീശ്വരനായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല റോൾസ് റോയ്സ് കാറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. രാജ്യത്തിൽ നിന്ന് അത് വേറെ കാര്യം. പക്ഷേ ശബരിമലന്റെ കേസ് തെളിയിക്കണം, അത് തെളിയും. അതിന് ഉപരി ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാരെ മനസ്സിലുള്ളതാ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയാൻ ഒക്കില്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടിണി പാവങ്ങളെ ഒരു പാർട്ടി, കേരളത്തെ രക്ഷിച്ചൊരു പാർട്ടി, പട്ടിണി പാവങ്ങൾക്ക് ഒരു ആശ്വാസമായ ഒരു ബ്ലഡിന്റെ കളറുള്ള ഒരു ചുവപ്പ് പാർട്ടി. അതിനൊരു പാട്ട് പാടിയാലൊന്നും തകരാൻ പോകുന്നതൊന്നല്ല. എന്നാലും ശബരിമലന്റെ കട്ടിട്ടുള്ളത് അത് തെളിയിക്കപ്പെടണം, അവർ ശിക്ഷ അനുഭവിക്കപ്പെടണം. അത് വേറെ കാര്യം. ഒരു മതത്തിനെ പറ്റി ഒന്നും പറയുന്നൊന്നുമല്ല. എല്ലാ മതത്തിനെയും ഒരു സ്നേഹത്തോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ബ്ലോഗ് മൊത്തം കണ്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഞാൻ പറയുന്നത് ഈ സ്വർണം കെട്ടവർ അല്ല കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ മുതലും എടുക്കാത്തവരുത്തന, ഒരു കള്ളത്തിനും കാണിക്കാത്തവനാണ് കമ്മ്യൂണിസ്റ്റ് പറയുന്നത്. പാവപ്പെട്ട ആൾക്കാരെ കൂടെ നെഞ്ചെരുപ്പോടെ നിൽക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു കള്ളനെ കമ്മ്യൂണിസ്റ്റ് അനുസരിക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ചായ തകരരുതെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആയ ആൾക്കാർക്ക് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ എന്താ, കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്നാ, ഒരു കമ്മ്യൂണിറ്റി, നമ്മളെല്ലാവരും ഒന്നാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അത് കള്ളത്തിലില്ല. അതില് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പണ്ടത്തെ ഒരു കമ്മ്യൂണിസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റിൽ കയ്യിൽ ആവശ്യത്തിന് കൂടുതൽ പണം വെക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നിയമങ്ങളുണ്ടായിരുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാ നേതാക്കന്മാരും കോടീശ്വരന്മാരാണ്, വേറെ കാര്യം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഈ പേര് നമ്മൾ കേരളത്തിൽ അവർക്കൊന്നും തകർക്കാൻ പാടില്ല. ഇനിയും കമ്മ്യൂണിസം ഭരണം, ഇനിയും പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി പോയാലും മറ്റൊരാളുണ്ട്. പിണറായിക്ക് ഓൾറെഡി പ്രായമായി, അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ വരും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റിന് മുന്നോട്ട് തന്നെ പോകണം. പിന്നെ കള്ളന്മാർ, അത് കമ്മ്യൂണിസ്റ്റിന് പറയാൻ പറ്റില്ല. കള്ളന്മാർ, കട്ട ആൾക്കാർ, കള്ളൻ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഈ പാർട്ടിയായിട്ട് എനിക്ക് കമ്പയർ ചെയ്യരുത് എന്നാണ് എൻ്റെ കേരളത്തിൻ്റെ സ്വന്തം സഹോദരിമാർക്ക് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇപ്പൊ പാട്ട് പാടുമ്പോൾ വല്ലാത്ത വിഷമം, ഒരു കമ്മ്യൂണിസ്റ്റ് ആൾക്കാർക്കൊക്കെ വല്ലാത്ത വിഷമാണ്. അതൊരു സംഭവം ശരിയാണ്. പക്ഷെ അയ്യപ്പന്റെ സ്വർണം കെട്ടതിൽ എനിക്കും വിഷമുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല, കള്ളം തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അത് ആരാലും ശരി, എന്തായാലും ശരി, ഒരിക്കലും നമ്മൾ കമ്മ്യൂണിസത്തിനെ വിട്ടുകൊടുക്കരുത്. കേരളം ഉത്തമമാവുന്നത് കമ്മ്യൂണിസം പാർട്ടി ഉള്ളത് കൊണ്ട് മാത്രം എന്ന് ഒരുപാട് വേദി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ തിരുത്താൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു പ്രശ്നം കൊണ്ട് ഒന്നുമില്ലെങ്കിലും ഒരു 5-6 സീറ്റ് BJPക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ചുരുക്കം പറഞ്ഞാൽ BJPന്റെ കോട്ട കേരളത്തിൽ തുറക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇറക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നിൽക്കണം. എല്ലാത്തിനും നമുക്ക് പരിഹാരമാണ്. 360 ദിവസം 360 പ്രശ്നങ്ങളുണ്ട്, 360 പരിഹാരങ്ങളുണ്ട്. അന്നാ നിർത്തുന്നു. നന്ദി, നമസ്കാരം.